നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എപ്പുലേറ്റ് മേറ്റ് എന്ന വളരെ രസകരമായിട്ടുള്ള ചെക്ക്മേറ്റ് പാറ്റേണാണ് കാണിക്കാൻ പോകുന്നത്. രണ്ട് റൂക്കുകളുടെ ഇടയിൽ വളരെ സേഫായിട്ടിരിക്കുന്ന കിങ്ങിനെ ക്വീൻ മാത്രം ഉപയോഗിച്ചാണ് ചെക്ക്മേറ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ ചെക്ക്മേറ്റ് ചെയ്യുന്നതിന് മറ്റ് കരുക്കളുടെ ഒന്നും ആവശ്യമില്ല, ക്വീൻ മാത്രം മതിയാകും. ഇതാണ് നമുക്ക് എപ്പുലേറ്റ് മേറ്റ് ചെയ്യാൻ പറ്റുന്ന പൊസിഷൻ. ഇവിടെ അടുത്ത ഒരു മൂവിൽ ചെക്ക്മേറ്റ് ആണ്, അതായത് ക്വീനെ E6 കൊണ്ടൊന്ന് ചെക്ക് കൊടുക്കുമ്പോൾ ചെക്ക്മേറ്റ് ആവും. ഇവിടെ ഇപ്പോൾ കിങ് ഈ രണ്ട് റൂക്കുകളുടെ ഇടയിൽ പെട്ടുപോയതുകൊണ്ടാണ് ഇങ്ങനെ ക്വീൻ മാത്രം ഉപയോഗിച്ച് ചെക്ക്മേറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. ഇതുപോലെ കിങ്ങിനെ ലാസ്റ്റ് റാങ്കിൽ തന്നെ കിട്ടണമെന്നില്ല, ബോർഡിൻ്റെ സെൻറ്ററിലേക്ക് വന്നാലും ഇതേ ചെക്ക്മേറ്റ് തന്നെ ചെയ്യാൻ കഴിയും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ ബോർഡിൻ്റെ സെൻറ്ററിലായിട്ടാണ് ഇങ്ങനൊരു പൊസിഷൻ കിട്ടിയാലും നമുക്ക് ചെക്ക്മേറ്റ് ചെയ്യാം. പക്ഷേ മറ്റേതെങ്കിലും കരുക്കളുടെ കൂടെ സഹായം വേണ്ടി വരും. അതായത് ഇപ്പോൾ ഇങ്ങനെ ക്വീൻ ഉപയോഗിച്ച് ചെക്ക് കൊടുത്താൽ ചെക്ക്മേറ്റ് ആകില്ല. കിങ്ങിന് മുഴുവൻ 2 സ്ക്വയറുകളുണ്ട്. ആ 2 സ്ക്വയറുകളുടെ കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് ഏതെങ്കിലും ഒരു കരു കൂടെ വേണ്ടി വരും. ഒരു ബിഷപ്പായാലും മതി. ഇപ്പോൾ ബിഷപ്പിന് 2 സ്ക്വയർ കൺട്രോൾ ഉള്ളതുകൊണ്ട് ക്വീൻ ഉപയോഗിച്ച് ചെക്ക് കൊടുക്കുമ്പോൾ ചെക്ക്മേറ്റ് ആവും. ഇവിടെ ഇപ്പോൾ കിങ്ങിന് മുഴുവൻ കഴിയുന്ന 2 സ്ക്വയറുകളും ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് റൂക്കുകൾ തന്നെ വേണമെന്നില്ല, 2 പോണുകളായാലും മതി. ഇപ്പോഴും ഇത് ചെക്ക്മേറ്റ് തന്നെയാണ്. ഇവിടെ കിങ്ങിന് രക്ഷപ്പെടാനുള്ള ഈ സ്ക്വയറുകൾ കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് ബിഷപ്പിന് പകരം റൂക്കായാലും മതി. എങ്ങനെയായാലും ഈ 2 സ്ക്വയറുകൾ കൺട്രോൾ കിട്ടിയാൽ നമുക്കിതുപോലെ ചെക്ക്മേറ്റ് ചെയ്യാം. ഇനി ശരിക്കുള്ള ഗെയിമിൽ ഇതുപോലുള്ള ചെക്ക്മേറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് നമുക്കൊരു ഗെയിം നോക്കാം. ഇത് ചെസ് ഇതിഹാസം പോൾ മോർഫിയും തോമസ് വാറലും തമ്മിൽ നടന്ന വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഗെയിമാണ്. ഇതൊരു ഹാൻഡിക്യാപ്പ് മാച്ചാണ്. ഈ ഗെയിമിൽ മോർഫി ഒരു നൈറ്റ് ഇല്ലാതെയാണ് കളിക്കുന്നത്. ഇനി ഗെയിമിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. വൈറ്റ് E4 മൂവ് ചെയ്തുകൊണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് E5 മൂവ് ചെയ്യുന്നു. വൈറ്റ് ഇവിടെ F4 മൂവ് ചെയ്തുകൊണ്ട് വളരെ അഗ്രസീവായിട്ടുള്ള കിങ്സ് ഗാംബിറ്റാണ് കളിക്കുന്നത്. ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ്, പോൺ വെച്ച് പോൺ എടുക്കുന്നു. ഇവിടെ വൈറ്റ് നൈറ്റിനെ F3 ഡെവലപ്പ് ചെയ്തുകൊണ്ട് H4 സ്കോർ കൺട്രോൾ ചെയ്യുന്നു. ബ്ലാക്ക് G5 മൂവ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെതിരെയുള്ള അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ ഈ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല, പകരം ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാണ്. ബിഷപ്പിനെ C4 ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് G4 മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ഇപ്പോൾ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുമ്പോൾ ക്വീൻ ഉപയോഗിച്ച് കിങ്സിലേക്ക് അറ്റാക്ക് ചെയ്യുക എന്നാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. ഇവിടെ വൈറ്റ് ഇപ്പോൾ തന്നെ ഒരു നൈറ്റ് ഡൗൺ ആയിട്ടാണ് കളിക്കുന്നത്. അദ്ദേഹം അടുത്ത നൈറ്റിനെയും അറ്റാക്കിൽ നിന്നും രക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല. D4 മൂവ് കൊണ്ട് അടുത്ത നൈറ്റിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് അതും അക്സെപ്റ്റ് ചെയ്യാണ്, പോൺ ഉപയോഗിച്ച് നൈറ്റിനെ എടുക്കുന്നു. വൈറ്റ് കിങ്സിലേക്ക് കാസ്ലിംഗ് ചെയ്യുന്നു. ഇതോടെ ബ്ലാക്കിന് പൂർണ്ണമായും 2 നൈറ്റുകൾ ലാഭം കിട്ടിയിരിക്കുകയാണ്. ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് ഈ G2 പോൺ എടുക്കുകയാണെങ്കിൽ ഈ റൂക്കിൻ്റെ ഫയലൂടെ ഓപ്പൺ ആവും. ഇങ്ങനെ അറ്റാക്ക് വരുന്നത് അപകടമാണെന്ന് മനസ്സിലായിക്കൊണ്ടാവും ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് G2 പോൺ ഇട്ടെടുക്കുന്നില്ല, പകരം ബിഷപ്പിനെ H6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് F4 പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് ക്വീൻ വെച്ച് F3 പോൺ ഇട്ടെടുക്കുന്നു. ബ്ലാക്ക് നൈറ്റിനെ C6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് D4 പോണിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇനി ഈ C6 നൈറ്റ് ഉപയോഗിച്ച് D4 പോൺ എടുത്തുകൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കാനും ഇനി C2 പോൺ എടുത്തുകൊണ്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ 2 പീസ് ഡൗൺ ആണെങ്കിലും അദ്ദേഹം ഈ അറ്റാക്ക് വളരെ മികച്ച രീതിയിൽ തന്നെ ഡിഫെൻഡ് ചെയ്യാണ്. ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം അദ്ദേഹത്തിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇപ്പോഴും 2 പീസുകൾ ഡൗൺ ആണെന്നുള്ള കാര്യം അദ്ദേഹത്തെ ബാധിക്കുന്നേയില്ല. അദ്ദേഹം ഇവിടെ ഒരു സാക്രിഫൈസ് കൂടെ ചെയ്യാണ്. ബിഷപ്പ് വെച്ച് F7 പോൺ എടുത്തുകൊണ്ട് ബിഷപ്പിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇപ്പോൾ ചെക്കാണ്. ബ്ലാക്ക് അതും അക്സെപ്റ്റ് ചെയ്യാണ്, കിങ് ഉപയോഗിച്ച് ബിഷപ്പിനെ എടുക്കുന്നു. ഈ സമയത്ത് അടുത്ത ചെക്ക് വരെയാണ്. ക്വീനെ H5 കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് കിങ്ങിനെ G7 മൂവ് ചെയ്യുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ ബിഷപ്പിന് നൈറ്റ് വെച്ചും കിങ് വെച്ചും സപ്പോർട്ടുണ്ട്. വൈറ്റിൻ്റെ ഭാഗത്തു നിന്നും വീണ്ടും ഒരു സ്ട്രോങ് മൂവ് വരെയാണ്. ബിഷപ്പ് വെച്ച് F4 പോൺ എടുത്തുകൊണ്ട് ബിഷപ്പിനെതിരെ ഒരറ്റാക്ക് കൂടെ കൊടുക്കുന്നു. ഇതൊരു ബിഷപ്പ് എക്സ്ചേഞ്ച് ഓഫറാണ്. ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്തില്ല എങ്കിൽ ഈ ബിഷപ്പ് വെച്ച് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നതോടൊപ്പം ഈ റൂക്കിൻ്റെ ഫയൽ ഓപ്പൺ ചെയ്യുകയും വളരെ വേഗത്തിൽ ഇവിടെ ചെക്ക്മേറ്റ് ചെയ്യുകയാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ്. ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ ഇട്ടുന്നു. വൈറ്റ് റൂക്ക് വെച്ച് തിരിച്ചു വിട്ടുന്നു. ഇപ്പോഴും നേരത്തെ പറഞ്ഞ അതേ ചെക്ക്മേറ്റിനുള്ള സാധ്യതയുണ്ട്. അടുത്ത മൂവിൽ റൂക്ക് വെച്ച് ചെക്ക് കൊടുക്കുമ്പോൾ ചെക്ക്മേറ്റ് ആവും. ബ്ലാക്ക് ഇവിടെ റൂക്ക് F7 എന്നുള്ള ചെക്ക് തടയാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ H6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് F7 സ്ക്വയറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. വൈറ്റ് ആ സ്ക്വയറിലേക്ക് ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരികയാണ്. A1 റൂക്കിനെ F1 കൊണ്ടുവരുന്നു. ഇപ്പോഴും നേരത്തെ കണ്ട അതേ ചെക്ക്മേറ്റിനുള്ള സാധ്യതയുണ്ട്. ഇനി ഈ F7 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് റൂക്കിനെ F8 കൊണ്ടുവരികയാണെങ്കിൽ വൈറ്റിന് ആദ്യം റൂക്ക് വെച്ച് ആ റൂക്കിനെ ഇട്ടെടുക്കാം. അതുകൊണ്ട് ഇപ്പോൾ റൂക്കിനെ F8 കൊണ്ടുവരുന്നത് നല്ല മൂവല്ല. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന നൈറ്റ് ഇങ്ങോട്ടേക്ക് മാറിയതോടെ ഇപ്പോൾ ക്വീനിന് റൂക്കിൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ
ബ്ലാക്ക് ഈ F7 സ്ക്വയർ കൺട്രോൾ ചെയ്തുകൊണ്ട് തന്നെ ഒരു ക്വീൻ എക്സ്ചേഞ്ചിന് ഓഫർ ചെയ്യാണ്. ക്വീനെ E8ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ ആ എക്സ്ചേഞ്ച് ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം ക്വീനെ അറ്റാക്കിൽ നിന്ന് മാറ്റാണ്. ക്വീനെ H5ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് ആ ബിഷപ്പിനെ കൂടെ അറ്റാക്കിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് D6 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിൻ്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. എന്നാൽ നേരത്തെ വൈറ്റ് ക്വീനെ അറ്റാക്കിൽ നിന്നും മാറ്റിയത് ഒരു ഡിഫെൻസീവ് മൂവ് അല്ല, അതൊരു അറ്റാക്കിംഗ് മൂവ് തന്നെയായിരുന്നു. കാരണം ഇപ്പോൾ ക്വീൻ H4ലേക്ക് വന്നതോടെ ആ ക്വീന് F6 സ്ക്വയറിലേക്ക് കൂടെ കൺട്രോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. വൈറ്റ് ക്വീന് വെച്ച് വീണ്ടും അറ്റാക്ക് ചെയ്യാണ്. ക്വീനെ F6ലേക്ക് കൊണ്ടുവന്ന് ഒരു ഫോർക്കും ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല. കിങ്ങിന് G8ലേക്ക് തന്നെ മാറേണ്ടി വരുന്നു. ഈ സമയത്ത് വൈറ്റ് ക്വീൻ വെച്ച് ബ്ലാക്കിൻ്റെ നൈറ്റിനെ എടുക്കുന്നു. ഇതോടെ വൈറ്റിൻ്റെ രണ്ട് റൂക്കുകൾക്കും ക്വീനും ഈ F8 സ്ക്വയറിലേക്ക് നല്ലൊരു കൺട്രോൾ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് ആ സ്ക്വയറിലേക്ക് ഒരു കൺട്രോളോടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ബിഷപ്പിനെ D7ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് റൂക്ക് ഉപയോഗിച്ചുകൂടെ ആ സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. ഇവിടെ വൈറ്റിന് വളരെ വേഗത്തിൽ വിജയിക്കാൻ ഒരു അവസരം ഉണ്ടായിരുന്നു. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം ഇവിടെ വൈറ്റിൻ്റെ വിന്നിങ് മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ശരിക്കും അടുത്ത 5 മൂവിൽ വൈറ്റിന് വിജയിക്കാൻ കഴിയും. ആദ്യം റൂക്കിനെ F8ലേക്ക് കൊണ്ടൊന്ന് ചെക്ക് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല, ക്വീൻ വെച്ചിന് വെട്ടേണ്ടി വരും. അടുത്ത മൂവ് വളരെ പ്രധാനമാണ്. നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയാത്തവർ വീഡിയോ പോസ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഇപ്പോൾ റൂക്ക് വെച്ച് ആ ക്വീനോട്ട് എടുക്കുകയാണെങ്കിൽ ബ്ലാക്ക് റൂക്ക് വെച്ച് ആ റൂക്കിനെ എടുക്കുന്നതോടെ ഈ ഗെയിം പൂർണ്ണമായും ബ്ലാക്കിൻ്റെ കൺട്രോളിലാകും. കാരണം വൈറ്റിൻ്റെ ക്വീനെതിരെ ബ്ലാക്കിന് 2 റൂക്കുകളും ഒരു ബിഷപ്പും ഒരു നൈറ്റും ഉണ്ട്. ഇവിടെ ക്വീൻ വെച്ച് പെട്ടെന്നൊരു അറ്റാക്കിനോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ചെക്ക്മേറ്റിനോ സാധ്യതയില്ല. അതുകൊണ്ട് ഇപ്പോൾ റൂക്ക് വെച്ച് ക്വീനോട്ട് എടുക്കുന്നത് നല്ല മൂവല്ല. എന്നാൽ ഇവിടെ വേറൊരു ഓപ്ഷനുണ്ട്. ക്വീനെ G5ലേക്ക് കൊണ്ടൊന്ന് ചെക്ക് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല, ക്വീൻ വെച്ച് തന്നെ ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ആ സമയത്ത് ക്വീനെ D5ലേക്ക് കൊണ്ടൊന്ന് വീണ്ടും ചെക്ക് കൊടുക്കാം. ഇവിടെയും വേറെ ഓപ്ഷനുകളൊന്നുമില്ല. ഒന്നിൽ ക്വീൻ വെച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഈ ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. എങ്ങനെ തന്നെ ബ്ലോക്ക് ചെയ്താലും ആ പീസിൽ വിട്ടിട്ട് ചെക്ക് കൊടുക്കാം. ഇപ്പോൾ എന്തായാലും ക്വീൻ വെച്ച് തന്നെ ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ആ സമയത്ത് ക്വീനെ വിട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ഇങ്ങനെ ഇവിടെ വേഗത്തിൽ വിജയിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം മറ്റൊരു രീതിയിലാണ് വിജയിക്കാൻ ശ്രമിക്കുന്നത്. അതിനായിട്ട് റൂക്കിനെ F3ലേക്ക് കൊണ്ടുവരുന്നു. ഇനി റൂക്കിനെ G3ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് വളരെ വേഗം വിജയിക്കാം എന്നാകും അദ്ദേഹം ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തത്. അങ്ങനെ ഒരു അറ്റാക്ക് ബ്ലാക്ക് ഇവിടെ മുൻകൂട്ടി കാണുകയാണ്. അതുകൊണ്ട് അത് ഡിഫെൻഡ് ചെയ്യുന്നതിനായിട്ട് നൈറ്റിനെ E7ലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ റൂക്ക് വെച്ച് ചെക്ക് കൊടുത്താലും നൈറ്റ് വെച്ച് ബ്ലോക്ക് ചെയ്യാൻ കഴിയും. ആ നൈറ്റിന് പോണൻ്റെയും ക്വീൻ്റെയും സപ്പോർട്ടും കിട്ടും. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ റൂക്ക് വെച്ച് ചെക്ക് കൊടുക്കുന്നില്ല. പകരം ഈ G6 സ്ക്വയറിലേക്ക് ഒരു കൺട്രോളോടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് H4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ഇവിടെ എന്തായാലും നൈറ്റിനെ അങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നൈറ്റിനെ G6ലേക്ക് കൊണ്ടുവന്ന് G5 ക്ലോസ് ചെയ്യുന്നു. വൈറ്റ് പോൺ ഉപയോഗിച്ച് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ആ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല. പകരം ബിഷപ്പിനെ G4ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിൻ്റെ റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ വൈറ്റും റൂക്കിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല. പകരം പോൺ ഉപയോഗിച്ച് നൈറ്റിനെ എടുക്കുന്നു. ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പ് വെച്ച് ഈ റൂക്കിനെ എടുക്കുകയാണെങ്കിൽ അടുത്ത മൂവിൽ G7 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ റൂക്കിനെതിരെ അറ്റാക്ക് വരികയും ആ റൂക്ക് കൂടെ നഷ്ടമാകും എന്നതുകൊണ്ടാവും ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പ് വെച്ച് റൂക്കിനെ ഇട്ടുന്നില്ല. ആദ്യം ഈ അപകടമായിട്ടുള്ള പോണിനെ ഇടുന്ന ഒഴിവാക്കുകയാണ്. പോൺ ഉപയോഗിച്ച് പോണിനെ എടുത്തുകൊണ്ട് വൈറ്റിൻ്റെ ക്വീനെതിരെ ഡിസ്ക് അറ്റാക്ക് കൊടുക്കുന്നു. ഇതോടെ ഒരേ സമയം വൈറ്റിൻ്റെ ക്വീനും റൂക്കും അറ്റാക്കിലായിരിക്കുകയാണ്. എന്നാൽ അടുത്ത 3 മൂവിൽ വൈറ്റ് ബ്ലാക്കിനെ ചെക്ക്മേറ്റ് ചെയ്യുകയായിരുന്നു. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത 3 മൂവുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഈ മേറ്റിംഗ് പാറ്റേൺ അറിയുന്നവർക്ക് വളരെ വേഗം മനസ്സിലായി കാണാം. ആദ്യം റൂക്കിനെ F8ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല, ക്വീൻ വെച്ച് റൂക്കിന് ഇട്ടേണ്ടി വരുന്നു. ആ സമയത്ത് അടുത്ത റൂക്ക് വെച്ച് ക്വീൻ ഇട്ടെടുത്തുകൊണ്ട് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ഇപ്പോഴും വേറെ ഓപ്ഷനില്ല, റൂക്ക് വെച്ച് തന്നെ റൂക്കിന് ഇട്ടേണ്ടി വരുന്നു. ഈ സമയത്ത് ക്വീൻ വെച്ച് G6ലെ പോണിട്ട് ചെക്ക് കൊടുത്തോടെ ചെക്ക്മേറ്റ് ആയി. ഇപ്പോഴും വൈറ്റിൻ്റെ ക്വീനെതിരെ ബ്ലാക്കിന് 2 റൂക്കുകളും ഒരു ബിഷപ്പും ഉണ്ടെങ്കിലും ഈ ചെക്ക്മേറ്റ് പാറ്റേണിനെ കുറിച്ച് വളരെ വ്യക്തമായ ധാരണ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് ക്വീൻ മാത്രം ഉപയോഗിച്ച് വിജയിക്കാൻ കഴിഞ്ഞത്. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.